മഴതോരും മുൻപേ സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി സൂപ്പർ അപ്കമിംഗ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. വൈജയന്തിയും ബാലചന്ദ്രനുമായിട്ടുള്ള ബന്ധം തകർന്ന് തരിപ്പണമായിരിക്കുന്നു. ഇതിനെല്ലാം കാരണക്കാരി അലീന എന്ന വീട്ടുജോലിക്കാരിയാണെന്ന് വൈജയന്തി ഉറച്ചു വിശ്വസിച്ചു. അലീന വീട് വിട്ടുപോയിട്ടും അവരുടെ ഭിത്തികൾക്കിടയിലെ അകലം വർദ്ധിച്ചു. ബാലചന്ദ്രൻ വീണ്ടും മുകളിലെ മുറിയിൽ തന്നെ ഒതുങ്ങിക്കൂടി. വൈജയന്തി ആകെ അസ്വസ്ഥമായിരുന്നു. ഭർത്താവിൽ നിന്നും നേരിടുന്ന ഈ അവഗണന വൈജയന്തിയുടെ ഈഗോയെ വല്ലാതെ മുറിവേൽപ്പിച്ചു. ഒരു ദിവസം മുറിയിൽ ഒറ്റയ്ക്കിരിക്കുന്ന ബാലചന്ദ്രന്റെ അടുത്തേക്ക് അവൾ കോപാകുലയായി കടന്നു ചെന്നു. നിങ്ങൾക്ക് എന്താണ് എന്നോട് ഇത്ര ദേഷ്യം? ഇത്രയും എന്നോട് അകലം കാണിക്കാൻ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? വൈജയന്തിയുടെ ചോദ്യത്തിൽ രോഷവും നിസ്സഹായതയും ഒരുപോലെ കലർന്നിരുന്നു. ബാലചന്ദ്രൻ മുഖമുയർത്താതെ പറഞ്ഞു, നിനക്കിതുവരെ അത് മനസ്സിലായില്ലേ വൈജയന്തി? നീ ചതിച്ച എന്റെ ജീവിതമാണ് ഇതിനെല്ലാത്തിനും കാരണം. നിന്റെ ജീവിതം കൊണ്ടാണ് നീ എന്നെ വഞ്ചിച്ചത്. ഞാൻ നിങ്ങളെ എങ്ങനെ ചതിച്ചെന്നാ? ബാലചന്ദ്രൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അവൾ അവിശ്വസനീയതയോടെ ചോദിച്ചു. നീ ഇപ്പോൾ ഇവിടെ ഇരുന്ന് എന്നെ ന്യായീകരിക്കാനൊന്നും ശ്രമിക്കേണ്ട വൈജയെ. ഇപ്പൊ ഞാൻ ഇവിടെ മുകളിലും നീ താഴെയുമാണ്. നീ ആ നിലയിൽ അങ്ങ് നിന്നാ മതി. അലീന ഈ വീട്ടിൽ നിന്നും പോയ എല്ലാം പഴയതുപോലെ ആകുമെന്ന് നീ കരുതിയോ? ഒന്നിനും തടസ്സം അലീന ആയിരുന്നില്ല വൈജയെ, മറിച്ച് നീ തന്നെയായിരുന്നു. നിന്റെ സ്വഭാവം അത് മാറ്റണമെന്ന് നിനക്ക് ഇനിയെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇല്ലല്ലോ. ബാലചന്ദ്രന്റെ വാക്കുകൾ അസ്ത്രങ്ങൾ പോലെയാണ് വൈജയന്തിയുടെ ഹൃദയത്തിൽ തറച്ചു നിന്നത്. അവൾ പ്രതിരോധിക്കാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ ആകെ തോറ്റുപോവാണ് വൈജ. ഈ തർക്കത്തിനിടയിലേക്ക് മകൾ കൃഷ്ണമോള് കടന്നു വന്നു. ഇതുവരെ അലീന ചേച്ചി ഇവിടെയുള്ളത് കൊണ്ടാണ് നിങ്ങൾ രണ്ടുപേരും പ്രശ്നത്തിലാണെന്ന് ഞാൻ കരുതിയത്. ഇപ്പോ ചേച്ചി പോയല്ലോ, എന്നിട്ടും ഈ യുദ്ധം എന്താ ഇതുവരെ അവസാനിച്ചില്ലേ? കൃഷ്ണമോള് നിഷ്കളങ്കമായി ചോദിച്ചു. എടി, അമ്മയെ എന്തിനാണ് ഇങ്ങനെ അകറ്റി നിർത്തുന്നതെന്ന് നീ നിന്റെ അച്ഛനോട് പോയി തന്നെ ചോദിക്കുകയെന്നൊക്കെ പറഞ്ഞു വൈജയന്തിയുടെ ശബ്ദം കനത്തു. കൃഷ്ണമോള് തിരിച്ചടിച്ചു. അമ്മ എന്തിനാണ് ഈ കാര്യങ്ങൾ അറിയാതെ അച്ഛന്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നത്? അമ്മയുടെ കാര്യം മാത്രം നോക്കിയിട്ട് ജീവിക്ക്, അപ്പൊ തന്നെ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. മകളുടെ വാക്കുകൾ വൈജയന്തിയെ കൂടുതൽ ചൊടിപ്പിച്ചു. നിന്റെ അച്ഛന്റെ കളികൾക്ക് ഞാൻ കൂട്ടുനിൽക്കണമെന്നാണോ? അയാൾ അവളെ കാണാനാണ് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ നിന്നും പോകുന്നത്. അമ്മേ, നമുക്ക് നാണമില്ലേ അച്ഛനെ കുറിച്ചിട്ട് ഈ ഇല്ലാതീനം പറയാനായിട്ട്? കൃഷ്ണമോള് കോപത്തോട് ചോദിച്ചു. നിന്റെ അച്ഛൻ നിന്നെ കുറിച്ച് ഇല്ലാതീനം പറയുമ്പോ അത് നിനക്ക് പ്രശ്നമൊന്നുമല്ലേ? വൈജയന്തിയുടെ ചോദ്യത്തിന് മറുപടി നൽകാനാകാതെ താൻ പറയുന്നത് കേട്ട് നിൽക്കാൻ അമ്മ തയ്യാറല്ലെന്ന് മനസ്സിലാക്കിയ കൃഷ്ണമോള് തന്റെ ബാഗ് എടുത്ത് നേരെ ബബിതയുടെ കൂടെ അവിടെ നിന്നും പോയി. സംഘർഷഭരിതമായ മനസ്സുമായി വൈജയന്തി മുത്തശ്ശിയെ കാണാൻ കൊല്ലപ്പള്ളിയിലെ വീട്ടിലേക്ക് തിരിച്ചു. അസുഖത്തിൽ നിന്നും മുക്തയായ മുത്തശ്ശിക്ക് ഇപ്പോൾ നടക്കാനൊക്കെ കഴിയും. എന്താ വൈജയ വിശേഷം? ബാലചന്ദ്രൻ ഇപ്പോഴും നിന്നോട് യുദ്ധത്തിന് തന്നെ വരാറുണ്ടോ? മുത്തശ്ശി ചോദിച്ചു. അതെ, ഇപ്പോഴും യുദ്ധം പ്രഖ്യാപിച്ചിട്ട് തന്നെയാണ് അമ്മേ. ഇനി ബാലചന്ദ്രൻ ഒരിക്കലും പഴയതുപോലെയാകുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ആ നശിച്ചവളില്ലേ ആ അലീന, അവൾ വീട്ടിൽ വന്നതു മുതൽ തുടങ്ങിയതാണ് ബാലചന്ദ്രന്റെ ഈ ഒരു മനമാറ്റം. മുത്തശ്ശി ക്ഷമയോടെ അവളെ തിരുത്തിക്കൊണ്ട് പറയുന്നുണ്ട്. അങ്ങനെയൊന്നും പറയരുത് വൈജയെ. അലീന ഉണ്ടായിട്ടാണ് പ്രശ്നങ്ങളെന്ന് നീ തന്നെയല്ലേ പറഞ്ഞത്? അവൾ പോയിട്ടും പ്രശ്നം തീരുന്നില്ലെങ്കിൽ അതിന്റെ കാരണം മറ്റെന്തോ ആണ്. അന്നേരം വൈജയന്തി പറഞ്ഞിട്ട്, അമ്മേ, പുതിയ പ്രശ്നങ്ങളൊന്നുമല്ല, പഴയ പ്രശ്നം തന്നെയാണ്. ബാലചന്ദ്രൻ ഇപ്പോഴും എന്നെ ബെഡ്റൂമിലേക്ക് കയറ്റുന്നില്ല. ഞങ്ങൾക്കിടയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഒരു ശത്രുവിനെ പോലെയാണ് ബാലചന്ദ്രൻ ഇപ്പോഴും എന്നോട് പെരുമാറുന്നത്. അന്നേരം മുത്തശ്ശി ഉപദേശിക്കുന്നുണ്ട്, എന്റെ പൊന്നു വൈജയെ, നീ ബാലചന്ദ്രനെ അവന്റെ വഴിക്കങ്ങ് വിട്ടേക്ക്. ഓ, അങ്ങനെ വഴിക്ക് വിടാനൊന്നും എനിക്ക് പറ്റില്ല. എന്നോട് ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. അത് ഞാൻ പറയിപ്പിച്ചിരിക്കും. വൈജയന്തിയുടെ വാക്കുകളിൽ പ്രതികാരം നിറഞ്ഞിരുന്നു. ഇവരിങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ വീടിന്റെ കോളിംഗ് ബെൽ മുഴങ്ങി. അകത്തേക്ക് കടന്നു വരുന്നത് അച്ഛൻ കുഞ്ഞിരാമ മേനോന്റെ വക്കീലായിരുന്നു. ഇത് കുഞ്ഞിരാമേട്ടൻ മരിക്കുന്നതിന് മുൻപ് ചില ഫയലുകളും കുറച്ച് വിൽപത്രങ്ങളൊക്കെ എന്നെ ഏൽപ്പിച്ചിരുന്നു. മരണശേഷം മക്കളെ ആർക്കെങ്കിലുമൊക്കെ ഏൽപ്പിക്കണമെന്നും പറഞ്ഞിരുന്നു. കുഞ്ഞുങ്ങളെ കാണാൻ കിട്ടിയത് ഏതായാലും നന്നായി. ഇത് ഭദ്രമായിട്ട് തന്നെ സൂക്ഷിക്കണം. കാര്യങ്ങളെല്ലാം വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം തീരുമാനമെടുക്കണം. വക്കീൽ ഫയല് മുത്തശ്ശിയെ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു. കുഞ്ഞിരാമേട്ടൻ ഇങ്ങനൊരു കാര്യം തന്നോട് പോലും പറഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ച് മുത്തശ്ശി അത്ഭുതപ്പെട്ടു. വക്കീൽ വിശദീകരിച്ചു. അദ്ദേഹം ആർക്കും കൊടുക്കാത്ത കുറച്ച് സ്വത്തുക്കൾ സിറ്റിയിലുണ്ടായിരുന്നു. ഒരു ബിൽഡിങ്ങും കുറച്ച് സ്ഥലങ്ങളും. അത് വാടകയ്ക്ക് കൊടുക്കാൻ ആവശ്യക്കാർ വന്നപ്പോഴാണ് ഈ വിൽപത്രത്തെക്കുറിച്ച് ഞാൻ പോലും ഓർത്തത്. അത് അവകാശികളെ ഏൽപ്പിക്കണമല്ലോന്ന്. അങ്ങനെ ഫയലെല്ലാം ഏൽപ്പിച്ചതിനു ശേഷം വക്കീൽ അവിടെ നിന്നും പോയി. വക്കീല് പോയതിനു ശേഷം വൈജയന്തി ആകാംക്ഷയോട് ഡോക്യുമെന്റ്സ് എല്ലാം തന്നെ പരിശോധിച്ചു. അതിൽ പ്രത്യേകമായി ഒരു പേപ്പറിൽ എഴുതി വെച്ചിരുന്നു. ഈ സ്വത്തുക്കളൊക്കെ ആരുടെ പേരിലാണ് എഴുതി വെച്ചിരിക്കുന്നതമ്മേ? വൈജയന്തി ചോദിച്ചു. നിങ്ങൾ 4 മക്കളുടെ പേരിലല്ലാതെ മറ്റാരുടെ പേരിലാ മോളെ ഇതൊക്കെ എഴുതി വെക്കാനേ? മുത്തശ്ശി ആകാംക്ഷയോടെ തന്നെ പ്രതികരിച്ചു. എങ്കിലും വൈജയന്തി സംശയം പ്രകടിപ്പിച്ചു. എന്റെ ഭാഗം ആൺമക്കൾക്കെല്ലാം തന്നെ കൊടുത്തില്ലോ, പിന്നെ ആർക്കാ അപ്പോ? മുത്തശ്ശി അവളെ നിർബന്ധിച്ചുകൊണ്ട് തന്നെ ആ വിൽപത്രം അങ്ങ് വായിക്ക് വൈജയെന്ന് പറയും.
ആ സ്വത്തുക്കൾ എഴുതി വെച്ചത് മറ്റാരുടെയും പേരിലായിരുന്നില്ല, അത് അലീനയുടെ പേരിലായിരുന്നു. അതോടൊപ്പം തന്നെ സ്നേഹനികേതൻ എന്ന ഓർഫനേജിന്റെ പേരിലും. വൈജയന്തി ഞെട്ടലോടെ ആ ഒരു ഫയലിലേക്ക് ഉറ്റുനോക്കി. എന്താടി, എന്തു പറ്റി? മുത്തശ്ശി ചോദിച്ചു. ഹേയ്, ഒന്നുമില്ല, ഞാനിപ്പോ വരാം. ഞാൻ ഇതൊന്ന് വിശദമായിട്ട് വായിക്കട്ടെ. വൈജയന്തി ആ ഫയലുമായിട്ട് സ്വന്തം വീട്ടിലേക്ക് മടങ്ങി. തൽക്കാലം ഈ വിവരമേതായാലും അമ്മയെയും കമലത്തിനെയും ആരെയും അറിയിക്കേണ്ടെന്ന് അവൾ തീരുമാനിച്ചു. വീട്ടിലെത്തിയ ശേഷം വൈജയന്തി ആ ഡോക്യുമെന്റ്സ് എല്ലാം വിശദമായി വായിച്ചു. അച്ഛൻ എന്തിനായിരിക്കും അലീനയുടെയും സ്നേഹനികേതനം ഓർഫനേജിന്റെയും പേരിൽ ഈ സ്വത്തുക്കളെല്ലാം തന്നെ എഴുതി വച്ചിരിക്കുന്നത്? അലീന ഇനി അച്ഛന്റെ ആരായിരിക്കും? അങ്ങനെയുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ വൈജയന്തിയെ അലട്ടി. അങ്ങനെ ഡോക്യുമെന്റുകൾക്കിടയിൽ ഒരു കവറിനുള്ളിലായി മടക്കി വെച്ചിരിക്കുന്ന ഒരു പേപ്പർ അവൾക്ക് ലഭിച്ചു. അവിശ്വസനീയതയോടെ അവൾ അതെടുത്ത് വായിച്ചു. അത് അച്ഛൻ കുഞ്ഞിരാമ മേനോൻ എഴുതിയ കത്തായിരുന്നു. പ്രിയപ്പെട്ട മോളെ വൈജേ, ഈ കത്ത് നിന്റെ അടുത്തെത്തുമ്പോഴേക്കും ഈ അച്ഛൻ ഈ ഭൂമിയിൽ നിന്നും യാത്രയായിട്ടുണ്ടാവും. ഒരുപാട് തെറ്റുകൾ നിന്നോട് ചെയ്തിട്ടുണ്ട്. നീ തന്നെ ഈ കത്ത് എടുത്തു വായിക്കണമെന്ന് എനിക്ക് അത്രയും ആഗ്രഹമുണ്ടായിരുന്നു. ആദ്യം തന്നെ മോളെ, നീ എന്നോട് ക്ഷമിക്കണം. അച്ഛൻ നിന്നോട് വലിയൊരു തെറ്റ് ചെയ്തു പോയി. നീ എന്നോട് ക്ഷമിക്കില്ലേ? അച്ഛന്റെ ആമുഖം വൈജയന്തിയുടെ ഉള്ളുലച്ചു. ഈ സ്വത്തുക്കളുണ്ടല്ലോ, ഈ വിൽപത്രത്തിൽ എഴുതി വെച്ചിട്ടുള്ള ഡോക്യുമെന്റ്സിലെ സ്വത്തുക്കളെല്ലാം തന്നെ എന്റെ 4 മക്കൾക്കുള്ളതൊന്നുമല്ല, അത് മറ്റൊരാൾക്ക് കൂടിയുള്ളതാണ്. സ്നേഹനികേതൻ എന്ന ഓർഫനേജിൽ വളരുന്ന അലീന എന്ന പെൺകുട്ടിക്കും അവളുടെ പേരിലേക്ക് മാറ്റിയ സ്വത്തുക്കളാണിതെല്ലാം. നീ ഇത് അവൾക്ക് നൽകണം. അതിന് നീ തന്നെ മുൻകൈ എടുക്കണം. അലീനയുടെ പേര് വീണ്ടും കണ്ടപ്പോൾ അവളുടെ മനസ്സിൽ കോപമുയർന്നെങ്കിലും കത്ത് തുടർന്നപ്പോൾ അവൾ ആകെ തരിച്ചു നിന്നുപോയി. പക്ഷേ എനിക്ക് നിന്നോട് മറ്റൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഈ അച്ഛൻ നിന്നോട് ചെയ്തത് വലിയൊരു തെറ്റ് തന്നെയാണ്. അന്ന് ഓർഫനേജിൽ നീ പ്രസവിച്ച ഉടനെ തന്നെ കുഞ്ഞ് മരിച്ചുപോയെന്ന് ഞാൻ നിന്നോട് പറഞ്ഞല്ലോ. നീ പ്രസവിച്ച ആ കുഞ്ഞ് ഒരിക്കലും മരിച്ചു പോയിട്ടൊന്നുമില്ല മോളെ. അവൾ ജീവനോടെ തന്നെ ഉണ്ടായിരുന്നു. ഒരു പെൺകുഞ്ഞിനെയായിരുന്നു അന്ന് നീ പ്രസവിച്ചിട്ടുണ്ടായിരുന്നത്. അവളെ ഓർഫനേജിലാക്കിയിട്ടുണ്ട്. കത്ത് അവിടെ മുറിഞ്ഞതുപോലെയായിരുന്നു. ബാക്കി വിവരങ്ങളൊന്നും തന്നെ അതിൽ രേഖപ്പെടുത്തിയിട്ടില്ല. വൈജയന്തിയുടെ കൈകളിൽ നിന്നും കത്ത് നേരെ താഴേക്ക് വീണു. ഭൂമി തന്റെ കാലിനടിയിൽ നിന്നും ഒലിച്ചു പോകുന്നത് പോലെ അവൾക്ക് തോന്നി. എന്റെ കുഞ്ഞ് മരിച്ചിട്ടില്ല. അവൾ ജീവനോടെയുണ്ട്, ഓർഫനേജിലുണ്ട്. അലീനയ്ക്ക് വേണ്ടി അച്ഛൻ സ്വത്തുക്കളെല്ലാം തന്നെ എഴുതി വെച്ചത് എന്തിനാണ്? അവളുടെ മകൾ ഓർഫനേജിലുണ്ടെന്നും പറയുന്നു. ഈ 2 കാര്യങ്ങളും എങ്ങനെ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു? ഇല്ല, അലീന ഒരിക്കലും തന്റെ മകളായിരിക്കില്ല. തന്റെ മകളാണെങ്കിൽ അവൾ തന്നെ ഇങ്ങനെ ദ്രോഹിക്കില്ലായിരുന്നു. ഒരുപാടധികം സംശയങ്ങൾ ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെ വൈജയന്തി ഉടനെ തന്നെ ഗംഗാധര മേനോനെ വിളിച്ചു. കാര്യങ്ങൾ തുറന്നു പറഞ്ഞപ്പോൾ ഗംഗാധരൻ ഏറെക്കുറെ സത്യം മനസ്സിലാക്കിയെങ്കിലും അത് തുറന്നു പറയാനൊന്നും അയാൾ തയ്യാറായില്ല. വീട്ടിലെ വേലക്കാരിയുടെ പേരിൽ എന്തിനാണ് ഇത്രയും സ്വത്തുക്കൾ എഴുതി വെച്ചത്? ഒരു പക്ഷേ ആ ഓർഫനേജിൽ നിന്നും അന്ന് അവളെ ദത്തെടുത്തതാണെങ്കിലോ? ഹോം നഴ്സിന്റെ രൂപത്തിൽ കൂട്ടിക്കൊണ്ടു വന്നതാണോ? വൈജയന്തിയുടെ ചോദ്യങ്ങളിൽ സംശയം മുറ്റിനിന്നു. ഇത് അങ്ങനെയൊന്നുമല്ല, എന്തോ തിരിമറി നടന്നിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി എനിക്കറിയണം. അന്ന് ഞാൻ പ്രസവിച്ച് എന്റെ കുഞ്ഞിനെ ശരിക്കും എന്ത് സംഭവിച്ചു? മരിച്ചെന്ന് നിങ്ങൾ എല്ലാവരും കൂടെ പറഞ്ഞു. പക്ഷേ അന്ന് ഞാൻ അത് വിശ്വസിച്ചു. ഇന്നിപ്പോഴോ എനിക്ക് നല്ല സംശയമുണ്ട്. എനിക്ക് അച്ഛന്റെ കത്തുണ്ടായിരുന്നു. അത് വായിച്ചതോടുകൂടി തന്നെ എന്റെ സംശയങ്ങൾക്ക് ഒരുപാട് ഉത്തരങ്ങളായി. എന്റെ കുഞ്ഞിനെ നിങ്ങൾ അന്ന് എന്ത് ചെയ്തു? ഏത് ഓർഫനേജിലാണ് ആക്കിയത്? ഇതെല്ലാം അറിയാവുന്നത് നിങ്ങൾക്കും അച്ഛനും പിന്നെ ഉണ്ണിമാമനും മാത്രമാണെന്ന് എനിക്കറിയാം. വൈജയന്തി രോഷത്തോടെ തുടർന്നു. ആ അലീന ഈ വീട്ടിലേക്ക് വന്നതു മുതൽ ഓരോരോ പ്രശ്നങ്ങളാണ്. അവൾ പോയിട്ടും പ്രശ്നങ്ങളൊന്നും തന്നെ അറുതി വിട്ടിട്ടില്ല. എന്തിനാണ് നിങ്ങളെല്ലാവരും ആ വീട്ടുവേലക്കാരിയുടെ പേരിൽ ഇത്രമാത്രം സ്വത്തുക്കളൊക്കെ എഴുതി വെച്ചത്? അവൾ ശരിക്കും ആരാണ്? നിങ്ങളെയൊക്കെ കാണിക്കുന്ന സ്നേഹം കാണുമ്പോൾ അവൾ നിങ്ങളുടെ ആരെങ്കിലും കുഞ്ഞാണെന്ന് എനിക്ക് തോന്നിപ്പോകുന്നുണ്ട്. ആ വാക്ക് കേൾക്കുന്നതോടുകൂടി തന്നെ ഗംഗാധര മേനോന് ദേഷ്യം വരാണ്. ഗംഗാധര മേനോൻ ശബ്ദമുയർത്തി, വൈജയന്തി, നീ സൂക്ഷിച്ച് സംസാരിക്കണം. അച്ഛനൊരു പക്ഷെ അവളെ കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും. ഒരു അനാഥ പെൺകുട്ടി എന്ന രീതിയിൽ അവളുടെ പേരിലേക്ക് സ്വത്തുക്കൾ എഴുതി വെച്ചതായിരിക്കും. അമ്മയെ അവൾ നന്നായി നോക്കുമെന്ന് അച്ഛൻ വിശ്വസിച്ചിരിക്കാം. അതുകൊണ്ടായിരിക്കും. വൈജയന്തി പറഞ്ഞത്, ഇല്ല, ഞാനിതൊരിക്കലും വിശ്വസിക്കില്ല. ആ വിൽപത്രവും അതിലെ സ്നേഹനികേതനം എന്ന പേരും വൈജയന്തിയുടെ മനസ്സിൽ ഒരു തീപ്പൊരിയായി. അലീനയുടെ യാഥാർത്ഥ്യം അറിയാൻ സാധിക്കുമെന്നും അവൾ ഉറപ്പിച്ചു. വൈജയന്തി സ്നേഹനികേതനത്തിലേക്ക് യാത്ര തിരിച്ചു. എന്നാൽ ഇപ്പൊ അവിടെ സ്നേഹനികേതനമില്ല. പകരം ഒരു സ്കൂളാണ് പ്രവർത്തിക്കുന്നത്. കുറച്ച് കന്യാസ്ത്രീകളാണ് കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത്. അലീനയെക്കുറിച്ച് ചോദിച്ചപ്പോൾ കന്യാസ്ത്രീകൾ അവളെക്കുറിച്ച് വാതോരാതെ സംസാരിച്ചുകൊണ്ടേയിരുന്നു. അവളെപ്പോലെ നന്മയും സ്നേഹമുള്ളൊരു പെൺകുട്ടി വേറെയില്ല. എല്ലാവർക്കും പ്രകാശം പരത്തുന്നവളായിരുന്നു അവൾ. വൈജയന്തിയുടെ മനോഭാവം മാറി. അവൾ കുറച്ചു കാലം എന്റെ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. അവൾ അവിടെ ഒരുപാട് ഭൂകമ്പം സൃഷ്ടിച്ചു. അയ്യോ മാഡം, അവൾ അങ്ങനത്തെ കുട്ടിയൊന്നുമല്ല. നിങ്ങൾക്ക് ശരിക്കും അവളെ മനസ്സിലാവാത്തത് കൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് കന്യാസ്ത്രീകൾ പ്രതികരിക്കാൻ തുടങ്ങി.
എന്നാൽ വൈജയന്തി അതൊന്നും തന്നെ കാര്യമാക്കിയില്ല. തുടർന്ന് വൈജയന്തി തന്റെ പ്രധാന ചോദ്യങ്ങളിലേക്ക് കടന്നു. അവർ ഇങ്ങോട്ട് വന്ന വർഷം ആ ഡീറ്റെയിൽസ് ഒക്കെ എനിക്കൊന്ന് കിട്ടണം. അവര് പറയുന്നത് ബ്രിജിത്ത മമ്മിയാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ നോക്കി നടത്തിയിരുന്നത്. അവർക്ക് മാത്രമേ അതിനെക്കുറിച്ചൊക്കെ അറിവുള്ളൂ. അവരിപ്പോ മരണപ്പെട്ടു പോയി. ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ സിസ്റ്റത്തിൽ തയ്യാറാണ്. പക്ഷേ ഇപ്പൊ പെട്ടെന്ന് എടുത്തു തരാനൊന്നും ഞങ്ങൾക്ക് കഴിയില്ല മാഡം. മാഡം ഇപ്പൊ പോയിട്ട് പിന്നീട് ഒരിക്കൽ വരൂ എന്നൊക്കെ പറയാണവര്. എന്നാൽ വൈജയന്തി വിട്ടുകൊടുത്തില്ല. അവൾ അവിടെ എത്തിയ വർഷവും ആ ഡീറ്റെയിൽസ് എങ്കിലും ഒന്ന് പറഞ്ഞു തന്നാ മതി. അങ്ങനെ അവർ അലീനയുടെ ഡീറ്റെയിൽസുകളെല്ലാം തന്നെ നൽകി. ആ ഡേറ്റ് ഓഫ് ബർത്ത് കണ്ടിട്ട് വൈജയന്തി ആകെ ഞെട്ടിത്തെറിച്ചു പോയി. താൻ പ്രസവിച്ച അതേ ദിവസം തന്നെയാണ് അവൾ ആ ഓർഫനേജിൽ എത്തിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവളെയാണോ ഇവിടെ കൊണ്ട് ഉപേക്ഷിച്ചത്? അവൾ തന്നെയായിരിക്കുമോ തന്റെ മകൾ എന്ന ചോദ്യം അവളുടെ മനസ്സിനെ അലട്ടി. എങ്കിലും അവളുടെ അഹന്ത അവളെ തടഞ്ഞു. അവളെ പോലൊരു പെണ്ണ് ഒരിക്കലും എന്റെ മകളാവില്ല. എന്റെ മകളായിരുന്നെങ്കിൽ അവൾ ഒരിക്കലും എന്നോട് ഇത്രമാത്രം ദ്രോഹം ചെയ്യില്ലായിരുന്നു. എന്റെ ഭർത്താവിനെ കൂട്ടുപിടിച്ച് എനിക്കിട്ട് പണി തന്നിട്ടാണ് അവൾ അവിടെ നിന്നും പോയത്. വൈജയന്തിയുടെ മനസ്സ് സത്യത്തെ അംഗീകരിക്കാൻ മടിച്ചു. അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വൈജയന്തി തിരികെ വീട്ടിലേക്കെത്തി. ആകാംക്ഷയുടെ മുൾമുനയിലായിരുന്ന മുത്തശ്ശി കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. എന്തൊക്കെയാ വൈജയന്തി കാണിച്ചു കൂട്ടുന്നത്? ആ വിൽപത്രമെങ്കിലും എന്നെ ഒന്ന് കാണിച്ചതാ. സ്വത്തുക്കളൊക്കെ ആരുടെ പേരിലാണ് കുഞ്ഞിരാമേട്ടൻ എഴുതി വെച്ചിരിക്കുന്നത്? അന്നേരം വൈജയന്തി ചോദിക്കുന്നുണ്ട്, അമ്മേ, അമ്മക്കറിയോ ശരിക്കും ആ അലീന ആരാണെന്ന്? അലീനയുടെ പേരിലാണ് അച്ഛൻ സ്വത്തുക്കളെല്ലാം തന്നെ എഴുതി വെച്ചിരിക്കുന്നത്. വൈജയന്തി ആ ഒരു രഹസ്യം മുത്തശ്ശിക്ക് മുന്നിൽ വെളിപ്പെടുത്തി. അലീനയുടെ പേര് കേട്ടപ്പോൾ മുത്തശ്ശിയുടെ മനസ്സിലും ചില സംശയങ്ങൾ ഉടലെടുത്തു. ഇത്രയും സ്വത്തുക്കൾ ഒരു വീട്ടുവേലക്കാരിയായ അലീനക്ക് നൽകേണ്ട ആവശ്യം കുഞ്ഞിരാമേട്ടൻ എന്തായിരിക്കും? ആ നിമിഷമാണ് മുത്തശ്ശിക്ക് സത്യം ബോധ്യമാകുന്നത്. വൈജയന്തിയുടെ പ്രസവവും കുഞ്ഞിരാമൻ കുഞ്ഞു മരിച്ചു എന്ന് പറഞ്ഞതും വിൽപത്രത്തിലെ അലീനയുടെ പേരും സ്നേഹനികേതനത്തിലെ തീയതിയും എല്ലാം കൂട്ടിച്ചേർത്തപ്പോൾ സത്യം ഒരു വെളിച്ചം പോലെ മുത്തശ്ശിയുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വന്നു. അലീന വൈജയന്തിയുടെ മകളായിരിക്കും. തന്റെ സ്വന്തം പേരക്കുട്ടിയായിരിക്കും. അലീനയോടുള്ള ദേഷ്യവും നീരസവും എല്ലാം ആ സത്യം അറിഞ്ഞ നിമിഷം തന്നെ മാഞ്ഞുപോയിരുന്നു. തന്റെ കൊച്ചുമോളെ കാണാൻ മുത്തശ്ശി അതിയായി ആഗ്രഹിച്ചു. പിന്നീട് മുത്തശ്ശി അലീനയെ കണ്ടുമുട്ടുകയും സ്വന്തം പേരക്കുട്ടിയാണെന്ന് മനസ്സിലാക്കി സ്നേഹിക്കുകയും ചെയ്യുന്നു. വൈജയന്തിയുടെ അഹന്ത മറനീക്കി വിധി അവൾക്കു വേണ്ടി കരുതി വെച്ച ഏറ്റവും വലിയ സത്യമായിരുന്നു അലീന. തന്റെ മകൾ നഷ്ടപ്പെട്ടവളല്ല, മറിച്ച് താൻ ഏറ്റവും കൂടുതൽ വെറുത്തവളായി തന്റെ അടുക്കൽ തന്നെ ഉണ്ടായിരുന്നുവെന്ന ഞെട്ടിക്കുന്ന തിരിച്ചറിവ് വൈജയന്തിയുടെ ജീവിതം എന്നേക്കുമായി മാറ്റിമറിച്ചു. ഇത്ര കാലം അലീന തന്റെ സ്വന്തം മകളാണ് എന്ന കാര്യമൊന്നും തന്നെ വൈജയന്തിക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ വൈജയന്തി വളരെ ക്രൂരമായിട്ടാണ് ഇത്രകാലം അലീനയെ ദ്രോഹിച്ചതും ഉപദ്രവിച്ചതൊക്കെ. അതെല്ലാം ചിന്തിച്ചുകൊണ്ട് തന്നെ വൈജയന്തിയുടെ മനസ്സിൽ വല്ലാത്ത കുറ്റബോധം തോന്നിപ്പോവാണ്. പ്രായശ്ചിത്തമായിട്ട് ഇനിയുള്ള കാലത്തോളം അലീനയെ ഒത്തിരിയധികം സ്നേഹിക്കാനൊക്കെ തീരുമാനിക്കാട്ടോ വൈജയന്തി. താൻ 22 വർഷങ്ങൾക്ക് മുൻപേ പ്രസവിച്ച തന്റെ സ്വന്തം രക്തത്തിൽ പിറന്ന കുഞ്ഞാണ് അലീന എന്ന സത്യം തിരിച്ചറിയുന്നതോടുകൂടി തന്നെ വൈജയന്തിയുടെ മനസ്സ് മാറും. അങ്ങനെ അഹങ്കാരമെല്ലാം മാറ്റിവെച്ചതിന് ശേഷം വൈജയന്തി പുതിയൊരാളായി തീരുന്നുണ്ട്. താൻ ഇത്രകാലം തന്റെ 3 മക്കൾക്കും കൊടുക്കാത്ത അത്രമാത്രം സ്നേഹമായിരിക്കട്ടോ അലീനക്ക് വേണ്ടിയിട്ട് വൈജയന്തി പകർന്നു കൊടുക്കുന്നത്. അതിന്റെയൊക്കെ ഡീറ്റെയിൽഡ് എപ്പിസോഡ് ഞാൻ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ.